എൻ്റെ പേര് മാർട്ടീന. ഇതെൻ്റെ ഹസ്ബൻഡ് വിവേക്. 2 മക്കൾ. ഇത് മൂത്തയാൾ ഐറീൻ, ഇളയാൾ ഇവാഞ്ചലിൻ. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 കോടി നന്ദി ഞങ്ങൾ പറയുന്നു. ഞങ്ങളുടെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളെക്കുറിച്ചാണ്. ഞങ്ങൾ ഒക്ടോബർ 2024 ഒക്ടോബർ 1 തീയതി ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തു ഈശോയോടൊരു ഉടമ്പടി എടുത്ത് പരിശുദ്ധമ്മയുടെ അടുത്തൊരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞങ്ങൾക്കൊരു കുഞ്ഞുവാവേനെ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ 1 തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ 3 മാസം ആ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങി. അങ്ങനെ ഞങ്ങൾ ജനുവരിയിൽ ഞങ്ങൾ പ്രഗ്നൻ്റായി. ഞങ്ങൾ കാനഡയിലാണ് ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഫാമിലി ഡോക്ടറിനെ കാണണം ഫസ്റ്റ്. അപ്പം ഞങ്ങളങ്ങനെ പോയി ഫാമിലി ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പ്രഗ്നൻസി കൺഫേം ചെയ്തു. ഞങ്ങളെ സ്കാനിങ്ങിന് വിട്ടു. സ്കാനിങ്ങിന് ചെന്ന് അപ്പോൾ ശരിക്കും 1.5 മാസം പ്രഗ്നൻ്റാണ് ഞാൻ. ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്ന് സ്കാനിങ് ടൈമിൽ അവർ എന്നെ തന്നെയാണ് സ്കാനിങ്ങിന് കയറ്റിയേക്കുന്നത്. അവർ പല പ്രാവശ്യം പലർ വന്ന് സ്കാൻ ചെയ്യുന്നു, അവിടുത്തെ ഡോക്ടേഴ്സിനെ വിളിച്ച് സ്കാൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും മാറി വരുന്നു. ഒരു ഭയങ്കര ടെൻഷനായിട്ട് സ്കാൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷോൾഡർ പെയിന്, ചെറുതായിട്ട് സ്പോട്ടിങ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പം എനിക്കുള്ള പ്രശ്നങ്ങളെല്ലാം ട്യൂബുലാർ പ്രഗ്നൻസിയുടെ സിംറ്റംസാണ്. അപ്പം എനിക്കങ്ങനെ ഭയങ്കര ടെൻഷനായി. അപ്പം ഞാനിങ്ങനെ വിവേകിനോട് പറയും, ഇത് ഇങ്ങനെ ട്യൂബുലാർ പ്രഗ്നൻസി വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പം വിവേക് പറയും, നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് കിട്ടുന്ന കൊച്ചല്ലേ, അപ്പോൾ ഒരിക്കലും ഈശോ അത് തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങളുടെ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർ ഞങ്ങൾക്കൊരു സീൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നിട്ട് പറഞ്ഞു, ഇപ്പം തന്നെ ഞങ്ങളോട് എമർജൻസിയിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞപ്പം അവരോട് ഞങ്ങൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, നേരെ ഹോസ്പിറ്റൽ എമർജൻസിയിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എമർജൻസിയിൽ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ അവർക്ക് നമ്മളുടെ റിപ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർക്ക് റിവീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, ഞങ്ങളിങ്ങനെ പോവുകയാണ്, എമർജൻസിയിൽ പോവുകയാണ്, എന്താ കാര്യം എന്നറിയത്തില്ല, ഞങ്ങളോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ട്യൂബുലാർ പ്രഗ്നൻസി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എമർജൻസിയിൽ പെട്ടെന്ന് പോകണം, കാരണം ഓൾറെഡി 1.5 മാസമായി, അപ്പം റിസ്ക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലെത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തുമ്പം കറക്റ്റ് 7 മണിയാണ്. അപ്പം കാനഡ ടൈം 7 മണി, രാത്രി 7 മണിക്കാണ് ഇവിടുത്തെ ഡെയിലി ബ്രെഡ് ലൈവ്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ കാറിലിരുന്നിട്ട് ആദ്യം ഞങ്ങൾ ഓർത്തു ഹോസ്പിറ്റലിലേക്ക് കയറി പോകണോ അതോ ഡെയിലി ബ്രെഡ് കൂടണോ എന്നിങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞങ്ങൾ ഓർത്തു ഈ 15 മിനിറ്റിൽ ഏതായാലും ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കുഞ്ഞിനെ അവർക്ക് രക്ഷിച്ചെടുക്കാനും പറ്റില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും ഈ 15 മിനിറ്റ് അല്ലേ, ഈ 15 മിനിറ്റ് ഡെയിലി ബ്രെഡ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയേച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 2 പേരും കൂടെ ഡെയിലി ബ്രെഡ് കൂടി. അന്ന് ഒരിക്കലും ഇതിനു മുമ്പ് അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അന്ന് കറക്റ്റായിട്ട് അച്ഛൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുക്കൾക്കും ഉദരത്തിൽ നിന്ന് മരിച്ചു പോകുന്ന ശിശുക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് അച്ഛൻ അങ്ങനെയായിരുന്നു അന്നത്തെ ടോപ്പിക്ക്. ഞങ്ങൾ അന്നേരം പറഞ്ഞു, ഇത് നമുക്ക് വേണ്ടി തന്നെ ഇന്ന് അച്ഛൻ ഈ ടോപ്പിക്ക് പറഞ്ഞതാണ്, നമ്മളുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി തന്നെ ഈശോ ഇന്ന് അച്ഛൻ ഈ ഒരു ഇത് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് കൂടി അവിടുന്ന് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ പരീക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾക്കൊരു പ്രഗ്നൻസി ഉണ്ടായിരുന്നു 2022. അതൊരു 5 മന്ത് ആയ സമയത്ത് അത് ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. അത് ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായിട്ട് ഈ പിള്ളേർ ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വരുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു, ഇനിയും ഞങ്ങളെ ഈശോ പരീക്ഷിക്കാൻ പോവുകയാണോ. അപ്പം ആ ഒരു ഇതിൽ നിന്ന് ഇവൾക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അവളും ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കും, എനിക്ക് മാത്രം ഒരു ബേബീനെ എന്താ ഇല്ലാത്തേ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്രഗ്നൻസിയിൽ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇവളും ഒത്തിരി ആഗ്രഹിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ച് അങ്ങനെ കിട്ടിയൊരു ബേബിയാണ്. അപ്പം
ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ ഞങ്ങളുടെ റിപ്പോർട്ട് കൊണ്ട് അന്ന് അവിടെയുള്ള ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റ് ഡെലിവറി റൂമിലാണുള്ളത്, കുറച്ച് നേരം ലേറ്റ് ആകും, അപ്പം ഞങ്ങൾ റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം ഓൾറെഡി ഞങ്ങളുടെ ലാസ്റ്റ് ടൈം പ്രഗ്നൻസി ഹാൻഡിൽ ചെയ്ത ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഈ ഒരു ഇതിലൂടെ കടന്നു പോയതുകൊണ്ട് ഞങ്ങൾ പേഴ്സണലി ഡോക്ടറിനെ അറിയാം. അപ്പം നെക്സ്റ്റ് പ്രഗ്നൻസി വന്നാൽ ഫസ്റ്റ് തന്നെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തോളുക, വേറെ ആരെയും കാണിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ടപ്പം പറഞ്ഞു, എനിക്ക് കുട്ടീനെ അറിയാവുന്നതാണ്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഫ്രീ ആയപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പോൾ ആ സമയം ഫുള്ള് ഞാൻ ശരിക്കും ഭയങ്കര ഡെസ്പായി. ഞാൻ ഇടയ്ക്ക് പ്രയർ ചെയ്യും, ഇടയ്ക്ക് എനിക്ക് സങ്കടം വരും, ഞാൻ കിടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. വിവേക് കണ്ടിന്യൂസായി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു, അതുപോലെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ കുറേ സാക്ഷ്യങ്ങൾ എടുത്തു വെച്ച് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി നമുക്കൊരു റിസ്ക്കും കൂടെ എടുക്കാൻ പറ്റത്തില്ല, ഓൾറെഡി അത്രയും നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്ക് ഈ പ്രഗ്നൻസി ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം, ഇപ്പം നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണം, നമുക്കിത് ഇവിടെ വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യണം. മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കേസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോകാൻ സമ്മതിക്കില്ല, ഇത് സ്റ്റോപ്പ് ചെയ്യാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പോഴത്തേനും ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ വിഷമം അറിയാം, ഏതായാലും ഒന്നും കൂടെ നമുക്ക് സ്കാൻ ചെയ്യാം, സ്കാനിങ് റൂം ഫ്രീ ആവട്ടെ, ഞാൻ അപ്പോഴത്തേനും ഫ്രീ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. ആ സമയം മുഴുവൻ ഞങ്ങൾ കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ പരിശുദ്ധി അമ്മേ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞോളാം, കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളിവിടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കാനിങ് ഒത്തിരി ലേറ്റായി, ഒരു 2 മണി 3 മണിയൊക്കെ ടൈമായി രാത്രിയിൽ. ആ സമയം കഴിഞ്ഞ് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, അത്രയും സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ട്യൂബിൽ ബേബീനെ കാണുന്നില്ല, പകരം എന്തോ ഒരു ചെറിയൊരു സ്പോട്ട് പോലെ യൂട്രസിൽ കാണുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഏതായാലും ട്യൂബിൽ ബേബി ഇല്ല, എന്താ ബാക്കി സിറ്റുവേഷൻ എന്ന് നോക്കാം, കാരണം ബേബിക്ക് ഒന്നെങ്കിൽ വളർച്ചയില്ല, അല്ലെങ്കിൽ ഇത്രയും ദിവസം വരുമ്പം ഇത്രയും ചെറിയ ബേബി ആയിരിക്കില്ല കാണുക, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അതുവരെ എങ്ങനെ വളർച്ച വേണോ അതുപോലെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു കുഞ്ഞുവാവയായിരുന്നു എൻ്റെ വയറ്റിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അങ്ങനെ പ്രഗ്നൻസി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു 7th മന്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇവള് ഇച്ചിരി ബിഗ് ബേബി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രീച്ച് പൊസിഷൻ മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രീച്ച് മാറുന്നില്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് ഇവളിങ്ങനെ അനങ്ങുമ്പോൾ എല്ലാം വന്ന് തട്ടും. അപ്പം നമുക്ക് ഓക്സിജൻ ലെവൽ ബോഡിയിൽ കുറയുമായിരുന്നു. അപ്പോൾ എനിക്ക് തല കറങ്ങി വീഴുക അങ്ങനെയൊക്കെ വരുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതി ആയി സെപ്റ്റംബർ 8-ാം തീയതിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പരിശുദ്ധമ്മയോട് പറഞ്ഞു, പരിശുദ്ധമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് തരേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ബേബിയുടെ ബ്രീച്ച് പൊസിഷൻ മാറ്റി തരണം. അതുപോലെ തന്നെ ആ സമയത്താണ് ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ, സ്കാനിങ്ങിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഈ തലയുടെ വലിപ്പം അവർ ചെക്ക് ചെയ്യും ബേബീസിൻ്റെ. അപ്പോൾ ഇവൾക്ക് നോർമലി ബേബീസിന് വേണ്ട തലയുടെ വലിപ്പത്തെക്കാട്ടിലും കുറച്ചുകൂടെ കുറവാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു, അതെന്താ, നിങ്ങൾക്ക് അങ്ങനെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പിള്ളേരുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 സ്കാനിങ്ങിൽ അങ്ങനെ തന്നെ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി പറഞ്ഞു, എനിക്ക് പരിശുദ്ധമ്മയുടെ ഗിഫ്റ്റായിട്ട് 3 കാര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ കൊച്ച് ബ്രീച്ച് മാറി വരണം. രണ്ടാമത്തെ കാര്യം, അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഒരു നോർമൽ ബേബി ആയിരിക്കണം, തലയ്ക്കോ ഒരു കാര്യങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പങ്ങളോ വലിപ്പക്കുറവോ ഒന്നും ഉണ്ടാകരുത്. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ കാനഡയിൽ ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നത്തെ ദിവസം 8-ാം തീയതി ഞങ്ങൾ ഒരു വീടിന് കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീട് തന്നെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ പറയുന്ന പൈസയ്ക്ക്, ഞങ്ങൾ എത്ര പൈസ എന്ന് പറയുന്നോ ആ പൈസയ്ക്ക് ഞങ്ങൾക്ക് ആ വീട് തന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു.
അങ്ങനെ 8-ാം തീയതിയാണ് എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ ഒന്നും പറയുന്നില്ല, കൊച്ചിൻ്റെ ബ്രീച്ചിൻ്റെ പൊസിഷൻ്റെ കാര്യം പറയുന്നില്ല, തലയുടെ കാര്യം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പം കുറേ കഴിഞ്ഞ് ഞങ്ങൾക്ക് ടെൻഷനായിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ അതിൻ്റെ സിറ്റുവേഷൻ? ഡോക്ടർ ബ്രീച്ചും തലയുടെ പ്രശ്നം അതൊക്കെ മാറി, അതൊരു കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി നോർമലാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് മാറി. അപ്പം ഞാൻ ഓർത്തു, പരിശുദ്ധമ്മ 2 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നല്ലോ, എനിക്കത് മതി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അതിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ സെപ്റ്റംബർ 29-ാം തീയതി ഇവളുണ്ടായി. അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ വീടുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിത് മറന്നുപോയി, ഈ വീടിന് ഞങ്ങൾ കൊടുത്ത കാര്യം തന്നെ ഞങ്ങൾ മറന്നുപോയി. അങ്ങനെ ഒരു നവംബർ മാസമായപ്പം ഞങ്ങൾ അന്നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു. നവംബർ മാസമായി കഴിഞ്ഞപ്പം ഈ വീടിൻ്റെ ആൾക്കാർ ഞങ്ങളെ തിരിച്ചു വിളിച്ചിട്ട്, നിങ്ങളാ പറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് മാക്സിമം എത്രയാണ് തരാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ പൈസയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഓക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ 2 ദിവസത്തിനുള്ളിൽ ആ വീട് എല്ലാം റെഡിയായി. ആ സമയത്ത് ശരിക്കും ഞാൻ വീട് കണ്ടിട്ടില്ല. അപ്പം ഞാനന്നേരം വേഗം എന്നോട് ചോദിച്ചു, നിനക്ക് വീട് കാണണോ? ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ഞാൻ നമ്മൾ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈശോ ഞങ്ങൾക്കായിട്ടുള്ള വീടേ ഞങ്ങൾക്ക് തരുള്ളൂ. അതിനി മാനുഷികമായി ഞാൻ കണ്ടുപിടിക്കുന്ന കുറവുകളോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളോ അതിനകത്തൊരു പ്രാധാന്യവും ഇല്ല. പകരം ഈശോ തരുന്ന വീടാണെങ്കിൽ, പരിശുദ്ധമ്മ തരുന്ന വീടിന് അതിൻ്റെ എല്ലാ കുറവുകളും നീക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടില്ലെങ്കിലും എനിക്ക് ആ വീട് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറി. അതിനുശേഷമാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത്. അങ്ങനെ എല്ലാ സാക്ഷ്യവും. അതുപോലെ ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ന് വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ 2019 തൊട്ട് 2019 എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുമ്പം തൊട്ട് ഞങ്ങൾ എല്ലാവരും എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ഇത് കൂടുകയും പിന്നെ പ്രാർത്ഥനകൾ കൂടുകയും എല്ലാം ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് ഞങ്ങൾ ഇതിന് മുന്നേയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. അങ്ങനെ ഈശോയും പരിശുദ്ധയമ്മയും ഞങ്ങളുടെ അനുഗ്രഹിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളൊരു 1000 കോടി നന്ദി പറയുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പോലെ നമ്മളിപ്പം പത്രം കൊടുക്കുക അങ്ങനെയൊക്കെ പറയുന്ന, ഇപ്പം നമ്മൾ ഇപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്രം കൊടുക്കാം. ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് നമുക്ക് പത്രം അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം, അങ്ങനെ പല ആൾക്കാരുടെയും പല കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ വരും, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും. അപ്പം നമ്മളതിന് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നത്തേതെന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിൽ ചിലപ്പം നമ്മളോട് റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മളോട് ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് ആവുന്ന ഹെൽപ്പാണെങ്കിൽ, ഫിനാൻഷ്യലി ആണെങ്കിലും പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പ്രഗ്നൻസിയിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായാലും, ക്ഷീണമുണ്ടായാലും, പ്രശ്നങ്ങളുണ്ടായാലും, ഒരു ദിവസം പോലും രാവിലെ 5:30 ഞങ്ങൾ എഴുന്നേക്കലും മുടക്കിയിട്ടില്ല. ഞങ്ങൾ 2 പേരും എല്ലാ ദിവസവും 5:30 ആവുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ പ്രയർ ചെല്ലുമായിരുന്നു. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? മട്ടീനയുടെയും വിവേകിൻ്റെയും ഈ കുടുംബം ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത്, പരിശുദ്ധ അമ്മ അവരുടെ വലിയ ഒരു ജീവിത പ്രശ്നത്തെ, തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്തതും വളരെ മനോഹരമായ ഒരു ജന്മം നൽകി അനുഗ്രഹിച്ചതിനുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ കുറിച്ചാണ് ഈ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. അവരുടെ ട്യൂബുലാർ പ്രഗ്നൻസിയുടെ സമയത്തുണ്ടായ ഒരു 1.5 മാസക്കാലത്തെ അവരുടെ സ്ട്രഗിൾ വലുതൊന്നുമല്ല, വളരെ വലുതായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടൽ. അന്ന് ആദ്യമായ ഒരു സ്കാനിങ്ങിന് പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുൻപാണ് ഇവർ 2 പേരും കൂടി ഒരു തീരുമാനമെടുക്കുന്നത്, നമുക്ക് ഇന്ന് ഡെയിലി ബ്രെഡ് കൂടിയിട്ട് നമുക്ക് സ്കാനിങ്ങിന് പോകാം. ആ ഒരു 15 മിനിറ്റ് ഇവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു.
അവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ വളരെ ശക്തമായ മെസ്സേജ് ഇവർക്ക് വേണ്ടി തന്നെ പറയുന്നത് പോലെ ഇവർക്ക് മനസ്സിലായത്. അന്നുണ്ടായ ആ പ്രത്യേക പ്രാർത്ഥന ഗർഭസ്ഥ ശിശുക്കൾക്കും ഗർഭിണികളായ അമ്മമാർക്കും അവരുടെ എല്ലാ കോംപ്ലിക്കേഷൻസിനെയും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയായിരുന്നു. നാം ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ നമുക്ക് ആവശ്യമായ അന്നന്നത്തെ ആഹാരം, ഡെയിലി ബ്രെഡ് എന്നാണ് അനുഗ്രഹ പ്രാർത്ഥനയുടെ ഇംഗ്ലീഷിലുള്ള പേര്. അവർക്ക് അന്ന് ആവശ്യമായ വലിയൊരു അനുഗ്രഹമായിരുന്നു അവർക്കന്ന് ആ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ അവർക്ക് ലഭിച്ചത്. പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ സാംസൻ്റെ അമ്മ മനോവയ്ക്ക് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടോടുകൂടി ആണ് ഈ കുഞ്ഞുണ്ടാകുന്നതെന്ന് അവൾ വിശ്വസിച്ചു എന്ന് നാം വചനത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അവരുടെ ഓരോ ഈ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും അവർക്ക് തിരിച്ചറിയുവാനും അതോടുകൂടെ അതിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും ഉടമ്പടിയിൽ ശക്തമായി പ്രാർത്ഥിക്കുവാനും ആശ്രയിക്കുവാനും സാധിച്ചുവെന്നാണ് ഈ സാക്ഷി നമുക്ക് മനസ്സിലാകുന്നത്. 1.5 മാസം ട്യൂബിൽ ജീവിച്ച ആ കുഞ്ഞിനെ എങ്ങനെയാണ് യൂട്രസിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് ശാസ്ത്രത്തിനെ ഒരു തോൽവി സമ്മതിക്കേണ്ട കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പല സാക്ഷ്യങ്ങളിൽ ഒന്ന് 6 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ യൂട്രസ് ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് 14 വയസ്സിൽ അമ്മ ഒരു സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ യൂട്രസ് അവിടെ ഉണ്ട് എന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള അതിശക്തമായ സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഈശോയ്ക്ക് തൊട്ട് സൗഖ്യപ്പെടുത്തുവാനും നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കുവാനുള്ള വലിയ സൃഷ്ടികർത്താവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് വായിച്ചെടുക്കുന്ന മനസ്സിലാക്കുന്ന വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. അതിനുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ആ ഒരുക്കം എല്ലാം ഈശോയ്ക്കും പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി ഈശോയെ ഏൽപ്പിക്കുന്ന ആ കാര്യങ്ങളിലെല്ലാം ഈശോ കൃത്യമായി കാനായിലെ ആ അത്ഭുതം ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എത്ര തന്നെ വിഷമങ്ങളുള്ള കാര്യങ്ങളായാലും, പ്രഗ്നൻസി ആയാലും, അല്ലെങ്കിൽ കൺസീവ് ആകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാലും, നമുക്ക് നമ്മുടെ സഹോദരിമാർ ഒരു പക്ഷേ പ്രഗ്നൻസിയിൽ അവർ 1 or 2 അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടായാൽ തന്നെയായാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ നമ്മെ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ കുടുംബത്തെ കാത്തു പരിപാലിച്ചുകൊണ്ട് നല്ല ഒരു ബേബിയെ അവർക്ക് ഇന്ന് ഈശോ നൽകിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. ഉടമ്പടി ഉടൻ പരിഹാരമാണ്. ഉടമ്പടി നമ്മുടെ ജീവിതത്തിലേക്കുള്ള നിത്യജീവിതത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവർക്ക് നൽകിയ മർട്ടീനയ്ക്കും വിവേകിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ഈ നല്ല ഓമന ബേബിക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.